ചായയും ബ്രിട്ടീഷ് പാലവും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ബ്രിട്ടീഷ് പാലം കാണാൻ പോയ കഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് പെരുവമ്പിനടുത്തുള്ള തസ്രാക്ക് എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഒ.വി. വിജയൻ്റെ സ്മാരകത്തിലേക്ക് പോകുന്ന വഴിയുടെ മുൻവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പാലക്കാട് വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റിയ 3-4 സ്പോട്ടുകളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ മെയിൻ ഗേറ്റിലൂടെ നേരെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ റോഡുണ്ട്. അവിടെ നിന്ന് ഒരു റൈറ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒ.വി. വിജയൻ സ്മാരകത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇതൊരു പക്ക ഗ്രാമപ്രദേശമാണ്. ചുറ്റും നെൽപ്പാടങ്ങളും അതുപോലെ തെങ്ങുകളും മാത്രമേ നമുക്ക് കാണാനുണ്ടാവുള്ളൂ. അപ്പോൾ റോഡിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്മാരകത്തിൽ എത്താനായിട്ട് പറ്റും. ഇത് ബസ് റൂട്ടൊന്നുമല്ല കേട്ടോ. 2 വീലർ 4 വീലർ എല്ലാ വാഹനങ്ങളും പോകും, പക്ഷേ ബസ് റൂട്ടൊന്നുമല്ല. ഇങ്ങോട്ടുള്ള റൂട്ട് എന്ന് പറയുമ്പോൾ പാലക്കാട് പെരുവമ്പ് അല്ലെങ്കിൽ പാലക്കാട് കൊല്ലങ്കോട് റോഡിലുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തസ്രാക്ക് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് അകത്തേക്ക് 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വരണം. അപ്പോൾ നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടന്ന് വരാം, അതല്ലെങ്കിൽ ഓട്ടോ എടുത്തിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് വരാം. നമ്മളങ്ങനെ സ്മാരകത്തിൻ്റെ മുൻവശത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഒ.വി. വിജയൻ സ്മാരകം. മലയാള സാഹിത്യത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു മികച്ച എഴുത്തുകാരനാണ് ഒ.വി. വിജയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചവർക്കൊക്കെ അറിയുമായിരിക്കും. ഇപ്പോൾ ഈ സ്മാരകം സംരക്ഷിച്ചു പോരുന്നത് കേരള സാംസ്കാരിക വകുപ്പാണ്. ഇവിടെ എൻട്രി ഫീസായിട്ട് വരുന്നത് 20 രൂപയാണ്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഒ.വി. വിജയൻ്റെ ഫോട്ടോ ഗാലറി, അതുപോലെ അദ്ദേഹത്തെ ജീവിച്ചിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കട്ടിങ്സ്, അതുപോലെ പത്രക്കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ കൃതികളെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ വിവരിക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ ട്രെയിനിങ് ഹാള് കൂടിയുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ബ്രിട്ടീഷ് പാലത്തിലേക്കാണ്. അപ്പോൾ ഈ കനാലിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ തന്നെ നമുക്ക് നേരെ പോയാൽ ബ്രിട്ടീഷ് പാലത്തിലെത്താം. ഈ കാണുന്നത് കനാലിന് കുറുകെയുള്ള മറ്റൊരു പാലത്തിലൂടെയുള്ള കാഴ്ചയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഡിസംബറിലെ ക്രിസ്മസ് വെക്കേഷനും കനാൽ വെള്ളത്തിൽ ചാടി കുളിച്ചതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ് കേട്ടോ. ബ്രിട്ടീഷ് പാലത്തിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയ ഇടുങ്ങിയ വഴിയാണെങ്കിലും ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. ഈ ചില സ്ഥലങ്ങളിലെല്ലാം കാറ് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. 2 വീലറൊക്കെ വളരെ ഈസി ആയിട്ട് പോകും. അപ്പോൾ ഇത് ബ്രിട്ടീഷ് പാലം എത്തുന്നതിന് മുമ്പ് വേറൊരു പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ദൂരെ ഒരു പൊട്ട് പോലെ കാണുന്നതാണ് നമ്മുടെ ബ്രിട്ടീഷ് പാലം. നമുക്കിനി ഈ റോഡിലൂടെ തന്നെ നേരെ അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ബ്രിട്ടീഷ് പാലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ബ്രിട്ടീഷ് ബ്രിഡ്ജ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് കനാൽ ഒഴുകുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരാൾക്ക് നടക്കാൻ പാകത്തിനും ഒരു റോഡുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന പോലെ അത്രയും വീതിയിലൊരു പാലവും കൂടിയുണ്ട്. വളരെയധികം പ്ലാനിങ്ങോടുകൂടി നിർമ്മിച്ചൊരു പാലമാണ് ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഈ പാലത്തിന്. എന്നാലും ഈ പാലം അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് കേട്ടോ ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഭാരതപ്പുഴയിൽ വെള്ളമൊന്നുമില്ല, നല്ല കുറവാണ് വേനൽക്കാലം ആയതുകൊണ്ട്. നിരവധി പേര് ഇവിടെ പ്രീ വെഡിങ് ഷൂട്ടിനും അതുപോലെ പോസ്റ്റ് വെഡിങ് ഷൂട്ടിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ളൊരു പ്ലേസ് കൂടിയാണ് ബ്രിട്ടീഷ് ബ്രിഡ്ജ്. മാത്രമല്ല കുറേ സിനിമകൾ കൂടി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് വീണ്ടും അടുത്ത ബ്രിട്ടീഷ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്ത ബ്രിട്ടീഷ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടേക്കാട് പടലിക്കാട് എന്നുള്ള സ്ഥലത്താണ്. ഈ 2 ബ്രിട്ടീഷ് ബ്രിഡ്ജുകളും ഒരേ കനാലിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബ്രിട്ടീഷ് ബ്രിഡ്ജ്. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണാൻ. കുറച്ച് കാലപ്പഴക്കം വന്നതുകൊണ്ടുള്ള ചില കൈവരികൾ തകർന്നു പോയ കുറവുകൾ മാത്രമേ ഈ പാലത്തിലുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഒരാൾക്ക് നടക്കാൻ പാകത്തിനൊരു ചെറിയ പാലം, സെൻറ്ററിലുള്ള കനാൽ, അതുപോലെ അപ്പുറത്തെ സൈഡിൽ ഒരു വാഹനം പോകാൻ, അത്യാവശ്യം വലിയൊരു വാഹനം പോകാൻ വീതിയുള്ള ഒരു പാലം കൂടിയുണ്ട്. ഈ കാണുന്നതും ഈ പുഴയ്ക്ക് കുറുകെയുള്ള മറ്റൊരു പാലമാണ്. അപ്പോൾ ഈ പുഴ ഭാരതപ്പുഴയല്ല, മലമ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന വേറൊരു പുഴയാണ്. ആ പാലത്തിലൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റോഡിന് കുറുകെ ഒരു റെയിൽ പാലം കാണാനായിട്ട് പറ്റും. ഈ പാലത്തിന് താഴേക്കൂടെ ഒരു റോഡുണ്ട്, അതിലൂടെയാണ് നമ്മൾ അപ്പുറത്തോട്ട് കടക്കുന്നത്.
ഈ റോഡ് അത്ര സേഫായിട്ടുള്ള റോഡൊന്നുമല്ല. അത് മാത്രമല്ല ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നുമില്ല. ഇവിടുത്തെ ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റോഡ് എന്നുള്ള നിലയ്ക്ക് കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല അതിൽ കൂടെ 4 വീലറൊന്നും പാസ് ചെയ്യാൻ പറ്റില്ല, 2 വീലർ മാത്രമേ പാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നിന്ന് കുറച്ച് മേലിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റോഡ് കിട്ടും. ആ റോഡ് പിടിച്ച് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ്റ് ആവുന്നത് മലമ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിലാണ്. നമ്മളെപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആ കനാലിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് ജോയിൻ്റ് ആവുന്നത് മലമ്പുഴ റിസർവോയറിൻ്റെ സൈഡിലുള്ള KTDC ഹോട്ടലിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ മുൻപിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോപ്പ് വേ ഒക്കെ കാണാനായിട്ട് പറ്റും. നമ്മളങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഡാമൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാനുണ്ട്. അങ്ങനെ നമ്മൾ മലമ്പുഴ ഗാർഡൻ്റെ മുൻപിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.